ഓയിൽ ഉടനടി മാറും താരൻ ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും കുടമാറ്റങ്ങളുമായി ഗജകേസരികൾ പൂരപ്പെരുമയൊരുക്കുന്ന തൃശൂരിൽ പുലികളും പുപ്പുലികളും കാഴ്ചപ്പൂരമൊരുക്കാറുള്ള തൃശ്ശിവപ്പേരൂരിൽ അറിവും അക്ഷരവും നിറഞ്ഞാടുന്ന സാംസ്കാരിക നഗരിയിൽ ഇപ്പോഴിതാ കലോത്സവത്തിന്റെ പൊടിപൂരം. ഇനിയാണ് കലക്കൻ പൂരം. കേരളം കാത്തിരുന്ന കലോത്സവം കേരള വിഷൻ ന്യൂസിലൂടെ. കണ്ണിറയെ കാണാം കലക്കൻ പൂരം. കലക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. കലോത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 64ാമത് എഡിഷന് ആവേശ തുടക്കം. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസും ഈ കലോത്സവത്തിൽ ചേരുകയാണ്. കാണാം കേരള വിഷൻ ന്യൂസ് കലക്കൻ പൂരം. കലക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ കേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിലാണ് തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങളുമായി കാളിദാസനും രേണുക രാജേന്ദ്രനും ചേരുന്നുണ്ട്. രേണുക, ഇന്ന് ആദ്യ ദിനം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആളുകളുടെയൊക്കെ തിരക്ക് എങ്ങനെയാണ് അവിടെ ഉള്ളത്? എങ്ങനെയാണ് ആവേശം? കാർത്തു, ആവേശത്തിന് ഒട്ടും കുറവില്ല. ആവേശം അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് ഇനിയും കുറെ കലാപരിപാടികളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ മൊത്തത്തിലൊന്ന് പോയി നമ്മുടെ നിലവിലെ പോയിന്റ് നിലയൊക്കെ നോക്കി. ഇപ്പം മുന്നിലുള്ളത് ആരൊക്കെയാണെന്നറിയോ? ഒരു ഗസ് പറഞ്ഞേ രേണുക. കോഴിക്കോട്. ഓക്കെ, ഒന്ന് കോഴിക്കോട്. സെക്കൻഡ് ഓപ്ഷൻ പാലക്കാട്. പാലക്കാട് അല്ല, പാലക്കാടില്ല. തൃശ്ശൂര്. തൃശ്ശൂര്. തിരുവനന്തപുരം. ഇതിലെ മുന്നില് ഏറ്റവും മുന്നിലുള്ളത് കോഴിക്കോടും കണ്ണൂരും ആണോ? യെസ്. അപ്പൊ നമുക്ക് വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കോഴിക്കോടും കണ്ണൂരും 125 പോയിന്റുമായിട്ട് കോഴിക്കോടും കണ്ണൂരും ഒന്നാം സ്ഥാനത്താണ് ഇപ്പം നിലവില്. ഇപ്പം ആകെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇന്നത്തെ ദിവസത്തെ 50% കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്, പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു കാലതാമസമൊക്കെ, പക്ഷെ സാരമാക്കണ്ട. ഇപ്പം കണ്ണൂരും കോഴിക്കോടും മുന്നിലാണ്. തൊട്ട് പുറകെ തൃശ്ശൂരുണ്ട്. ഇടയ്ക്ക് ആലപ്പുഴ കയറിയായിരുന്നു. ഞാൻ നേരത്തെ ദിവസങ്ങളിലാണ് നമുക്ക് ശരിക്കുള്ള ഒരു ചിത്രം കലോത്സവത്തിന്റെ. ഇനി വരുന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം അങ്ങനെ ഉണ്ടാവും കോമ്പറ്റീഷൻ. ചിലപ്പോൾ അതേപോലെ നിൽക്കും. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂർ അവസാനം വരെ ചിലപ്പോൾ മുന്നിൽ തന്നെ നിൽക്കും. ആലപ്പുഴ ഇടയ്ക്കൊന്ന് കയറിയിട്ടുണ്ട്. അതേപോലെ ഇടയ്ക്ക് തിരുവനന്തപുരം അങ്ങനെ ഒന്ന് എത്തി നോക്കി പോയി. അപ്പം ഇനിയും സ്കൂളുകളുടെ കണക്കും അതേപോലെ തന്നെ മുമ്പത്തെ കൊല്ലത്തെ സ്കൂളുകളൊക്കെ BSS ഗുരുകുലം, അതേപോലെ തന്നെ നമ്മുടെ ഫാത്തിമമാത ഇടുക്കിയിലെ ഫാത്തിമമാത, SKVHS നന്ദിയോട് തിരുവനന്തപുരം, അങ്ങനെ കുറെയാണ് ഇതിലിപ്പോൾ നിലവിലെ. ഇപ്പൊ സ്റ്റേജുകളിലെ പരിപാടികളൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 50%. അതിൽ കുറെ സ്റ്റേജുകൾ ഇപ്പൊ ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. നാളത്തെ പരിപാടികളൊക്കെ ചില പരിപാടികളൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അറിയത്തില്ല. ഇനി നമുക്ക് കുറെ കലാപരിപാടികളൊക്കെ വരാനുണ്ട്. അതിന് ഓരോരുത്തരായിട്ട് കുട്ടികളൊക്കെ ഇനി മെല്ലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ വിശേഷം എങ്ങനെയുണ്ട് രേണുക നമ്മുടെ ഇത്തവണത്തെ കലോത്സവം? ഇത്തവണത്തെ വൈബാണ്. പൊളിയാണ്. കലക്കനാണ്. ഇതൊന്നും പറയാനില്ല. അതെ, കലോത്സവം മൊത്തത്തിലൊരു തൃശ്ശൂർ പൂരം വൈബ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ കലോത്സവത്തിന് അവിടെ ഉള്ള ഓരോ വേദി 25 വേദികളിലുള്ള നടന്നിട്ടുള്ള പല ഇനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. എല്ലാ ഇനങ്ങളും എനിക്കും കാളിദാസനും വേദി ചെന്ന് കാണാനുള്ളൊരു സമയം ഇല്ലായിരുന്നു. നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ഇവിടെ കണ്ടു. അത് കറക്റ്റ് ഓർഡറിൽ വാങ്ങണ്ട. ഒന്നാം വേദിയിലെ മോഹിനിയാട്ടത്തിന് തുടങ്ങിയാൽ ഇവിടുന്ന് മോഹിനിയാട്ടം തുടങ്ങി. കന്നഡ പദ്യം ചൊല്ലൽ, കന്നഡ, സംസ്കൃത നാടകം, ഗിറ്റാറ്, വീണ 2 പിന്നെ ഗസല്, അറബനമുട്ട്,
മിമിക്രി. അയ്യോ മിമിക്രി ഇത് അശരീരിയാ. ഈ വന്നത് ഇപ്പൊ അശരീരിയാണ് മിമിക്രി. മിമിക്രി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കൊല്ലം നമുക്ക് വേണ്ടി ചെയ്തവരൊക്കെ നമ്മളെ കണ്ടിട്ട് വന്നവരുണ്ട്. അതെ, നമ്മളെ തിരിച്ചറിഞ്ഞു കാണുന്ന അങ്ങനെ ഞങ്ങളും വലിയവരായി. അതെ അതെ, നമ്മുടെ ഇനി പിള്ളേരൊക്കെ പല ഭാഗത്തായിട്ട്. ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരാളുണ്ട് മോളെ. ആ ആളെ പരിചയമുണ്ട് എനിക്ക്, കണ്ട് നല്ല പരിചയം. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോ കിട്ടിയതാ. ഫ്ലവേഴ്സിലുള്ളതല്ലേ? പേരെന്താ? ഇത് പിടിച്ചോ, അടുപ്പിച്ച് പിടിച്ചോ കേട്ടാ. എത്രാം ക്ലാസ്സിലാ? ഫിഫ്തില്. കലോത്സവം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എവിടാ വീട്? എവിടാ? തൃശ്ശൂർ തന്നെയാണോ? അതെ, തൃശ്ശൂർ. എവിടാ വീട്? നെട്ടിശ്ശേരി. അടുത്തല്ലേ? നെട്ടിശ്ശേരി അടുത്തല്ലേ? ദൂരമുണ്ടോ? നല്ല ദൂരമുണ്ടോ ഇവിടുന്ന്? ഇല്ല. അപ്പം എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ കലോത്സവത്തില്? ഇല്ല. ഒക്കെ ഒന്ന് കാണാൻ വന്നതല്ലേ? എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണത്തെ കലോത്സവം കണ്ടായിരുന്നോ? തിരുവനന്തപുരത്തായിരുന്നു. കണ്ടായിരുന്നോ? അത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായില്ല. ആണോ? കുറച്ച് ഇടയ്ക്കൊന്ന് വന്നായിരുന്നല്ലേ? അത് ശരി. അപ്പൊ ഇത്തവണത്തെ തിരുവനന്തപുരത്തെ കലോത്സവമാണോ തൃശ്ശൂരെ കലോത്സവമാണോ അടിപൊളി? തൃശ്ശൂരെ കലോത്സവം അടിപൊളി. അപ്പൊ തൃശ്ശൂരിന്റെ കയ്യിലാ കപ്പുള്ളത്. അപ്പൊ കപ്പ് കൊടുക്കുവോ? കോഴിക്കോടുകാരൊന്ന് വന്ന് ചോദിച്ചാ ഞങ്ങൾ ആ കപ്പ് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് കപ്പ് തരുമോന്ന് ചോദിച്ചാൽ കൊടുക്കുവോ? ഇല്ല, കൊടുക്കത്തില്ലല്ലേ? കണ്ണൂരുകാർ ചോദിച്ചാലും കൊടുക്കത്തില്ലേ? ആര് ചോദിച്ചാലും കൊടുക്കത്തില്ല. അതെ. അപ്പൊ മോള് പാട്ട് പാടുവോ? ഇല്ല, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. നമുക്ക് അതിന് മ്യൂസിക് വേണം അല്ലേ? മ്യൂസിക് ഉണ്ടോ? മോളുടെ അമ്മയാണോ വന്നേ? അമ്മയുണ്ടോ? അമ്മ ഒന്ന് മ്യൂസിക് ഒന്ന് അങ്ങോട്ട് കൊടുക്കുവോ? അങ്ങോട്ട് കൊടുത്താൽ നമുക്കിപ്പോ മ്യൂസിക്. അതുവരെ മോളുടെ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാം. എന്തൊക്കെയാ പിന്നെ വേറെന്തൊക്കെ പരിപാടി? ഹോബി എന്തൊക്കെയാ? ഡാൻസ് കളിക്കും. പിന്നെ പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ഇല്ല. ശബ്ദം കേട്ടിട്ട് പാട്ട് പാടുന്നവരുണ്ടല്ലോ കാളിദാസാ. പാടില്ല. എന്നാലും ഒരു തവണ ഇല്ല, പാടറി. അപ്പൊ പാട്ട് ഡാൻസിന് നമുക്ക് ഇച്ചിരി സമയം വേണോ? സിനിമാറ്റിക് ആണോ? ക്ലാസിക്കൽ ആണോ? ക്ലാസിക്കൽ. സിനിമാറ്റിക്കും കളിക്കും, കഥക്കും കളിക്കും. ഇനി നമുക്ക് കലോത്സവത്തിലൊക്കെ കളിക്കണ്ടേ? കഥക്ക് കേട്ടിട്ടുണ്ടോ? അത് തന്നെ. അതെ, കഥക്ക് കളിക്കും അല്ലേ? ആരാ പഠിപ്പിക്കുന്നത്? ആരാ പഠിപ്പിച്ചു തന്നെ? അമ്മ ഡാൻസ് ടീച്ചറാണോ? യെസ്, അമ്മ ഡാൻസ് ടീച്ചർ. അമ്മയാണ് ഈ കഥക്കൊക്കെ പഠിപ്പിച്ചു തന്നെ. അമ്മയ്ക്ക് ഏതൊക്കെ ഡാൻസ് ഐറ്റംസ് അറിയാം? അമ്മയ്ക്ക് ഭരതനാട്യം അറിയാം, കുച്ചിപ്പുടി അറിയാം, മോഹിനിയാട്ടം അറിയാം. മോഹിനിയാട്ടം. കഥക്കും അറിയാം. ഇത് കഴിഞ്ഞ് ഇനിയുണ്ട് കുറെ എണ്ണം പഠിക്കണ്ടേ നമുക്ക്? ഇപ്പൊ 4 ആയുള്ളൂ. 4 എണ്ണം പഠിച്ചാണോ? സ്ട്രിക്റ്റ് ആണോ പഠിപ്പിക്കുമ്പോ? അല്ല. അമ്മ പാട്ട് കൊടുത്തോ? അമ്മ പാട്ട് കൊടുത്തു. പാട്ട് റെഡിയാണോ? യെസ്, പാട്ട് റെഡിയാണ്. പാട്ട് റെഡി ആവുന്നു അല്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അശരീരി. അതെ, റെഡി. ഓടി നടന്നു കളിച്ചു. பால்காவடி சுமந்து ஓடினேன், மடு பாலங்கள் கடந்து ஆடினேன், அவன் ஆலயம் நுழைந்து பாடினேன், வட்டி வேலனை நினைத்து மன்னமையிலேறும் என் தங்க வடிவேலோ, கந்தன் உன்னை காணு தினம் ஓடி வருவேனோ, செந்தமிழை காக்கும் வேல் செவல் கொடியானோ, எண்ணி எண்ணி பாடும் என்னை கந்தன் அறிவானோ. தோளிலே பால்காவடி சுமந்து ஓடினேன், மடு பாலங்கள் கடந்து ஆடினேன், அவன் ஆலயம் நுழைந்து பாடினேன், வண்டி வேலனை நினைத்து. தோளிலே பால்காவடி சுமந்து ஓடினேன், மடு பாலங்கள் கடந்து ஆடினேன், அவன் ஆலயம் நுழைந்து பாடினேன், வண்டி வேலனை நினைத்து. தந்தைக்கு உபதேசம் செய்து சுவாமி மலை ஆழ்பவன் நீ, மாம்பழத்தில் கோபம் கொண்டு பழனி மலை ஆண்டவன் நீ, கடலோரமாக செந்தூரிலே வாழ்பவன் நீ, வழிதேவயானையுடன் നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം കലോത്സവത്തിന് ഇറങ്ങണ്ടേ? ഓക്കെ. എത്ര കൊല്ലം കിടക്കുന്നു? എത്രാം ക്ലാസ്സിലാ? ഇനിയും കിടക്കുന്നു. പഴയ നമ്മുടെ പഴയ കലാപ്രതിഭയും കലാതിലകവും പരിപാടി ഉണ്ടായിരുന്നെങ്കിലേ കലാപ്രതിഭയൊക്കെ ഇനിയും വരും കൊല്ലങ്ങളിലൊക്കെ തൂക്കായിരുന്നു. എന്തായാലും തകർത്ത്. വൈറൽ താരമല്ലേ? ആരൊക്കെ ഇങ്ങനെ വന്നപ്പോ ചോദിച്ചോ മോളെ എന്തൊക്കെയുണ്ട്, സുഖമാണോന്ന് ചോദിച്ചു? കുറെ പേര് ചോദിച്ചു. കുറച്ച് ആൾക്കാർ ചോദിച്ചു. ആണോ? ശരി. അപ്പൊ എന്തായാലും നമ്മുടെ വൈറൽ താരം മോളുടെ പേരൊന്നും കൂടെ പറഞ്ഞു. ദക്ഷയുടെ ഗംഭീര ഡാൻസാ കണ്ടത്. ഇനി അടുത്ത കൊല്ലം നമ്മൾ കലോത്സവത്തിന് വരുമ്പോ ദക്ഷ മറ്റേ A ഗ്രേഡ് വാങ്ങി ദക്ഷ ഞങ്ങളുടെ വരുമോ? വരണോ? ഓർക്കോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. യെസ്.
അപ്പൊ അതാണ് നമുക്ക് നമ്മുടെ കലോത്സവമൊക്കെ കലോത്സവ നഗരി വൈബായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ ഇരുട്ടിലേക്ക് കുറെ ആളുകൾ ഈ കലോത്സവം കാണുന്നതിന് തന്നെ അവിടെ എത്തുന്നു എന്നാണ് എന്തായാലും കരുതുന്നത്. നമുക്ക് കലോത്സവ നഗരിയിലേക്ക് തത്സമയ സംപ്രേഷണത്തിനായി തിരികെ എത്താം. അതിനു മുന്നേ കുറച്ച് വാർത്തകൾ കൂടി നൽകേണ്ടതുണ്ട്. ചാക്യാർകൂത്തിനോളം പ്രാധാന്യമുണ്ട് ചാക്യാർകൂത്തിന്റെ ഒരുക്കത്തിന്. കലോത്സവ വേദിയിൽ വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിന് പൈങ്കുളം നാരായണ ചാക്യാരും മുൻപന്തിയിലുണ്ട്. 50 വർഷത്തോളമായി ചാക്യാർകൂത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന നാരായണ ചാക്യാരും ഒരുക്കങ്ങളും കാണാം. കലാരൂപത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് ഒരുക്കങ്ങളാണ്, അല്ലെങ്കിൽ ചമയമാണ്. ഈ ഒരു മേഖലയിൽ ഏകദേശം അരനൂറ്റാണ്ടോളം പരിചയ സമ്പത്തുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. പൈങ്കുളം നാരായണ ചാക്യാർ. അങ്ങനെ തന്നെയല്ലേ സാറിനെ വിശേഷിപ്പിക്കുക? ഞാൻ പെർഫോമറാണ് ആക്ച്വലി. ഇത് കലോത്സവം എൻ്റെ ഈ കൂത്ത് പ്രചരിപ്പിക്കാനായും കൂടിയാട്ടവും പ്രചരിപ്പിക്കാനുമായിട്ടുള്ളൊരു മീഡിയ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ കൂടിയാട്ട കലാകാരനാണ് ശരിക്കും. അപ്പോൾ ഈ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ വന്ന് നാരായണ ചാക്യാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. മേക്കപ്പ് മാനായിട്ടാണ് എന്നെ കാണുക. അത് ഈ 50 വർഷമായിട്ട് ഒരുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഞാൻ 50 വർഷമായിട്ട് പെർഫോം ചെയ്യുന്നു എന്നേ പറഞ്ഞുള്ളൂ. കലോത്സവത്തിലെത്തിയിട്ട് 39 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലല്ല, അത് എനിക്ക് എൻ്റെ കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയമാണെങ്കിൽ ചെയ്യുന്ന ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൂ. എന്തായാലും ഈ ഒരു ഏത് കലാരൂപത്തിനായാലും അടിസ്ഥാനം എന്ന് പറയുന്നത് ചമയമാണ്, അല്ലെങ്കിൽ ഒരുക്കലാണ്. അപ്പം നമുക്ക് ചാക്യാർകൂത്തിനും കൃത്യമായിട്ടുള്ള ഒരു രീതികളുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഒരു ചാക്യാർ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? അതാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ ചുവപ്പ് തുണി കെട്ടുക എന്ന് പറയും. ചുവപ്പ് തുണി എന്ന് പറഞ്ഞാൽ അത് ചുവപ്പും കറുത്ത ബോർഡർ ആയിട്ടുള്ള ഒരു തുണിക്കഷ്ണമല്ല. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഏത് പരിപാടിക്കായി ചെയ്യും. ഇത് തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമുക്കൊരു അശുദ്ധി വന്നാൽ പോലും കണക്കാക്കേണ്ട. പുലാവാലായ്മ എന്ന് പറയില്ലേ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ബാധിക്കില്ല. അത്രയും പവിത്രമായിട്ടാണ് ഇത് അഴിക്കുന്നത് വരെ, പെർഫോമൻസ് കഴിയുന്നവരെ അയാൾക്കത് ബാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പവിത്രത അതാണ്. അത് തലയെ കെട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കാല് തൊടും. പണ്ട് ഇത് തലയെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരോ ആരുമില്ല, നമസ്കരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പം അത് നിവൃത്തിയില്ല കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കാല് തുറന്നു. അപ്പോൾ പിന്നെ ഞാൻ സമ്മതിക്കും, അത് നിയമപ്രകാരം പാടില്ല. കാരണം ഇതിന് ഇങ്ങനൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ പോലും ക്ഷേത്രത്തിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് തടസ്സമില്ല, മറ്റേത് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് ആദ്യം കെട്ടുന്നത്. അതിൻ്റെ ശേഷം മുഖത്ത് ഈ നെയ്യ്, അത് മറ്റേ പ്രാർത്ഥനയോടുകൂടി അതൊന്നിങ്ങനെ തടവും. പിന്നെ ഈ അരിമാവ് തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് ചാക്യാർകൂത്തിൻ്റെ ആകുമ്പോൾ പിന്നെ കുങ്കുമം കൊണ്ട് പൊട്ട് തൊടും. സാധാരണ ഈ പൊട്ട് തൊടുക എന്ന് പറഞ്ഞാൽ ഒരു നെറ്റിയിലെ പൊട്ട് മാത്രമല്ല, ഇത് മൂക്കിലും കവിളിലും ഒക്കെ ഉണ്ട്. ഈ ഇതിൽ നിന്നായിരിക്കണം തോന്നുന്നു ഈ ക്ലൗൺ സങ്കല്പമൊക്കെ ഉണ്ടായത് തന്നെ. ഈ വിദൂഷക വേഷം, ഇത് വിദൂഷകൻ എന്നാണ് ഈ വേഷത്തിൻ്റെ പറയുക. ഈ കഥാപാത്രവും വിദൂഷകനാണ്. അരിമാവ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം വെളുത്ത നിറമാണ്. നാട്യശാസ്ത്രപ്രകാരം ഹാസ്യത്തിൻ്റെ നവരസങ്ങൾക്കും രസമുണ്ട്. അതിൽ ഈ ഹാസ്യത്തിൻ്റെ നിറമാണ് വെള്ള. അതിൽ ഈ വെളുത്ത നിറത്തിൽ ഈ കർവുകളുള്ള ലൈൻസ്, അതാണ് ഹാസ്യത്തിനെ കൂടുതൽ ദ്യോതിപ്പിക്കുന്നത്. അത് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര ഇങ്ങനെ കർവുകൾ അല്ലെങ്കിൽ എത്ര വരകൾ ഇങ്ങനെ വരയ്ക്കണം എന്നുള്ള അളവ് അങ്ങനെ കൃത്യമായിട്ടുണ്ട്? ഇത്ര മുഖത്താണെങ്കിൽ ഇത്രയും, ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അത് ഭസ്മം തൊടലല്ല അത് ഉദ്ദേശിക്കുന്നത്. അവിടെ ചിലരിത് ഭസ്മാണോ തേക്കുന്നതൊക്കെ, അതല്ല. അപ്പോൾ ഈ കർവിൻ്റെ പ്രത്യേകത പറഞ്ഞു തന്നത് ചാക്യാരൊന്നുമല്ല. ഞങ്ങൾ ഹാസ്യത്തിൻ്റെ നിറമൊക്കെ എനിക്കറിയാം. നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂരി, വരകളുടെ തമ്പുരാൻ എന്ന് പറയുമല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ധാരാളമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അദ്ദേഹം കൊണ്ട് എനിക്ക് സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ എത്ര വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ വരകളുടെ വളവ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമചാക്യാർ പഴയ എൻ്റെ ഗുരുനാഥൻ അമ്മയുടെ അമ്മാവനാണ്, എൻ്റെ ഗുരുനാഥനുമാണ്. ഈ കൂത്തും കൂടിയാട്ടമൊക്കെ ആദ്യമായിട്ട് പുറത്ത് അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഈ ചോദ്യം ചോദിച്ചായിരിക്കില്ല, ഈ കലാരൂപം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരകൾക്ക് ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. തലയിൽ വിദൂഷകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കുടുമ എന്ന് പറയും.
ഞങ്ങൾ അരങ്ങേറ്റത്തിന് ഈ കൂത്തിൻ്റെ അരങ്ങേറ്റത്തിന് കുടുംബ വയ്ക്കാന്ന് പറയും. ഇത് കുടുംബമല്ല, അതാ ഒരു പ്രത്യേകാവേശത്തിൽ കണ്ടറിയാം ഒരു സാധനം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. അത് ഒന്ന്. പിന്നെ അതിൻ്റെ താഴെ മീതെ വാത്സികം ചുവപ്പ് തുണി ഇത് കെട്ടും. പിന്നെ നെറ്റിനാട, തീലിപ്പട്ടെന്നാണ് പണ്ട് പറയുക, ഇപ്പോൾ നെറ്റിനാട പറയും, അതൊക്കെ കെട്ടും. പിന്നെ ചെവിയിൽ 2 ചെവിപ്പൂവെന്ന് പറയും, അതൊക്കെ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കും. പിന്നെ പിന്നിൽ ഒരു തുണി ഞെറിഞ്ഞ് ഇവിടെ കണ്ടിട്ടുണ്ടാവും, അതിന് മടക്ക് മാറ്റുക എന്നാണ് പറയുക. ആ തുണി നല്ല കഞ്ഞി പച്ചയ്ക്കുള്ള തുണി ഞെറിഞ്ഞിട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം കെട്ടും, അതിന് കടിസൂത്രം എന്നാണ് പറയുക. അത് കടിക്കൊന്നുമില്ല, കടി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന് പറയുക, അവിടെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് കടിസൂത്രം എന്നുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ വേഷങ്ങൾ. ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ചാക്യാർകൂത്ത് കലാകാരൻ എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഒരു ഹാസ്യരൂപമാണ്, പക്ഷേ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് അതിൽ കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ട ആവശ്യമില്ല. രാജഭരണകാലത്ത് രാജാവിനെ വരെ വിമർശിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, വിമർശിച്ചിരുന്നു, അനുഭവമുണ്ട്. അപ്പോൾ അതേ പാതയിലൂടെയാണ് ഞാനൊക്കെ തുടരുന്നത്. പ്രത്യേകിച്ച് പൈങ്കുളം ശൈലി എന്നാണ് പറയുക. അനാവശ്യമായിട്ടുള്ളതല്ല, പക്ഷേ കാലികമായിട്ടുള്ള വിഷയങ്ങളോട് ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അതിപ്പോൾ ഞാൻ ക്ഷേത്രങ്ങളിൽ ധാരാളം പരിപാടിയൊക്കെ മിഞ്ഞാന്നും പോലും ഉണ്ടായിരുന്നു. ഈ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് മാത്രം ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഈ കലയുടെ പ്രത്യേകത. അല്ലാതെ വെറുതെ കഥ പറഞ്ഞു പോയാൽ രാമായണവും മഹാഭാരതമൊക്കെ ഇപ്പോൾ സപ്താഹം വായിക്കുന്ന പോലെ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ, അത് കാര്യമില്ല. അപ്പോൾ ഈ ചാക്യാർകൂത്തിൻ്റെ പ്രത്യേകത തന്നെ തുള്ളലിനേക്കാൾ വ്യത്യാസം. തുള്ളലിൽ എഴുതി വെച്ച വരിയെ പാടാൻ പറ്റുള്ളൂ, ചാക്യാർകൂത്തിന് സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യം വരെ കൂത്തിലൂടെ പറയാം. ഞാനത് ഉപയോഗിക്കുന്ന ആളാണ്, ധാരാളമായിട്ട് പറയും. അപ്പോൾ ഇന്നൊരു സംഭവം നടന്നാൽ കഴിവുള്ളൊരു കലാകാരനാണെങ്കിൽ അത് വെറുതെ രാഷ്ട്രീയം പറയല്ല, കഥയിൽ യോജിച്ച വിധത്തിൽ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കാൻ ധാരാളമുണ്ട്. മറ്റേ നമ്മുടെ ശിഷ്യരും അത് സ്റ്റേജിൽ ഒന്ന് കാണും, പലരും ഉണ്ടാവും, ആ തരത്തിൽ പറയുന്നവരുണ്ടാവാം. എത്രത്തോളം കുട്ടികളെ ഈ ഒരു കാലത്തിന്റെ ഇടയ്ക്ക് അണിയിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്? കൂത്ത്, കൂടിയാട്ടം, കന്യാർകൂത്ത്, പാഠം ഒക്കെ കൂടി എൻ്റെ 8000-ലധികം കുട്ടികളായി കഴിഞ്ഞു. 8,000-8,500 ഇടയിൽ കുട്ടികൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരൊന്നും കൂടിയാട്ടക്കാരോ കൂത്തുകാരോ ആവില്ല, പക്ഷെ അതിൽ പലരും ഇപ്പോൾ കൂത്ത് പറയുന്നുണ്ട്. ഇവിടെ ഒരു 2 ഡോക്ടർമാരുണ്ട്, 2 കൂത്ത് പറയും. 2 മക്കളിപ്പോൾ എൻ്റെ ശിഷ്യരായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശിഷ്യർ പലരും ഇത് തുടരുന്നുണ്ട്. മുഴുവനായിട്ട് പറ്റില്ല, ഇന്നൊരു കരിയറായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൂടിയാട്ടമൊക്കെ കാണുന്നുണ്ടോ? ചാക്യാർകൂത്ത് പിന്നെയും കാണും. കൂടിയാട്ടം എന്ന് പറഞ്ഞ സാധനം വേദികളിൽ ഇല്ല, അപൂർവമാണ്. അപ്പോൾ എങ്ങനെ ഒരാൾ പുതിയ ആൾ ഈ രംഗത്ത് വരിക? കൂത്തും കൂടിയാട്ടമൊക്കെ സമാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ജീവിക്കണമെങ്കിൽ വേറെ കരിയർ എന്തെങ്കിലും നോക്കണം. അപ്പോൾ പാരമ്പര്യ രീതിയിൽ ഞങ്ങളിത് കൊണ്ടു നടക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒരാൾ അവർ പഠിച്ചാലും അവർ വേറെ ജോലി തേടണം എന്നുള്ള അവസ്ഥ. പക്ഷെ ഞാനൊക്കെ പിന്നെ ആദ്യകാലത്ത് തന്നെ ഇതിൽ ഉറച്ച കാരണം ആരെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചു തന്നതാണ്. ഇനി കലോത്സവ വേദിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നിന്ന് കാളിദാസനും അതുപോലെ തന്നെ രേണുകയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാളിദാസ്, അതുപോലെ തന്നെ മത്സരങ്ങൾ ഒരു സ്ഥലത്ത് മുന്നേറുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ പുതിയ അതിഥികൾ? ഗർദു, പുതിയ ഒരു അതിഥിയുണ്ട്. നമ്മുടെ കലോത്സവം കാണാനായി എത്തിയ ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ജയകൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്രാവശ്യത്തെ ഇത് പരിപാടിയൊക്കെ അടിപൊളിയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. 2 വരി പാട്ട് വേണേ പാടാം. 2 വരി പാടിയോ? ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂവിൽ ആരു ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു നാം. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനവും മാറടി മണ്ണിൽ. എന്തിനു ജന്മം, ഇതെന്തൊരു ജീവിതം, എന്തിനു യാത്രക്കാർ. അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമേ മാത്രം. യെസ്, അതാണ്. ചേട്ടന്റെ പേരൊന്നും കൂടെ ഒന്ന് പറഞ്ഞത്? ജയകൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഇത്തവണ തൃശ്ശൂര് കപ്പ് തൃശ്ശൂര് കപ്പെടുക്കും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. തൃശ്ശൂരിൽ നിന്ന് ജയകൃഷ്ണൻ. യെസ്, താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പം ഇനി നമുക്കുള്ളത് എന്താ? അടുത്ത ഒരു ദേശഭക്തി ഗാനമാ. മക്കളെ വന്നേ,
എനിക്ക് ഇവരെ കാണുമ്പോഴുണ്ടല്ലോ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു യൂണിഫോം ഉണ്ടായിരുന്നു, നീലയും വെള്ളയും. ആദ്യം എനിക്ക് അതിനു മുമ്പേ കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഇതില് ഹൈ പിച്ച് പാടുന്നവര്, മീഡിയം പിച്ച് പാടുന്നവര്, ലോ പിച്ച് പാടുന്നവര്, അങ്ങനെയൊന്നുമില്ല. ദേശഭക്തി ഗാനത്തിന്റെ തലം മാറി. അതെ, അപ്പോൾ അശരീരി പറയുന്നുണ്ട്. അപ്പം എങ്ങനാ? അപ്പം ഓരോരുത്തരെ 2 പേര് വെച്ച് ഓരോ മൈക്ക് വെച്ച് പിടിച്ചോ, എന്നിട്ട് മെല്ലെ അങ്ങ് തുടങ്ങിക്കോ. ഹലോ, നമുക്ക് പേര് പറയണോ അതോ പാടി കഴിഞ്ഞിട്ട് പേര് പറഞ്ഞാൽ മതിയോ? പാടി കഴിഞ്ഞിട്ട് പറയല്ലേ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ. ചോരയ്ക്കു മറുചോര ചിന്താതെ, കൈകളാൽ ആയുധമെടുക്കാതെ, അഹിംസയാമുടവാളാൽ മഹായുദ്ധം വിജയിച്ചു ധീരനശ്വര. ബ്രിട്ടീഷ് പടകൾ തൻ കുടില സമരവഴികളിൽ നേരിൻ പരിചയാൽ നാടുകാത്ത വീരരെ, പോരാടി പടവെട്ടി വിജയിച്ചൊരു മണ്ണിതിൽ മാനത്തെ കാക്കുവാൻ ധീരരെ പോരുവിൻ. തോക്കിൻ മുനകളെ വീറുകാട്ടിയെതിരിടാൻ നാടിൻ വിജയമേ ഹൃദയ മധുര ലഹരിയാൻ. ഭാരതമേ നീ എന്നും ലോകത്തിനു മഹിതമാം സ്വാതന്ത്ര്യ പുലരിയായി എരിയുന്നൊരു ദീപമാ. മാർഗത്താലോകത്തെ കാത്തൊരു ദിവ്യ സ്വരൂപിണി നീ. ഗീതര നീതിയാൽ വേദത്തിൻ ജതികളാൽ നിർവൃതിദായിനി നീ. ഹിന്ദു മുസ്ലിം എന്നു ചൊല്ലിയെന്നും ഭാരതത്തെ 2ആയി പിരിച്ചതില്ലേ. എന്നാൽ എന്നും ഈ ഒരു മതന്റെ തിരിയണയാതെ ഒന്നിച്ചു വാണതില്ലേ. ഹിന്ദു മുസ്ലിം എന്നു ചൊല്ലിയെന്നും ഭാരതത്തെ 2ആയി പിരിച്ചതില്ലേ. എന്നാൽ എന്നും ഈ ഒരു മതന്നെ തിരിയണയാതെ ഒന്നിച്ചു വാണതില്ലേ. ഇനിയും അനവധി ജനത ഇതുവഴി ഒരു മനസ്സായി ഒഴുകുവാൻ, ഹൃദയമാകെ ദേശസ്നേഹം ലഹരിയായി നിറയണം. തകർത്ത്. ഇത് റിസൾട്ട് വന്നോ? റിസൾട്ട് വന്ന് എ ഗ്രേഡ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എ ഗ്രേഡ് എങ്ങനെ കൊടുക്കാതിരിക്കില്ല? അവന്റെ ചിരി മാത്രം മതി. 10 പോയിന്റ് അവന്റെ ചിരി പോകും. ചിരിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുക. ടീച്ചറാണോ? മ്യൂസിക് ടീച്ചർ പറഞ്ഞോ ചിരിച്ചു പാടണമെന്ന്? ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചു പഠിക്കണം. പാട്ട് തെറ്റിയാലും ചിരി കളയരുത്. അതെല്ലാം എല്ലാ മ്യൂസിക് ടീച്ചർമാരും പറയുന്ന. ഇവിടുത്തെ നിങ്ങളെ ഇത് പഠിപ്പിച്ച ടീച്ചറുണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. കുഴപ്പമില്ല. ആ ചിരി എന്തൊക്കെ വന്നാലും ചിരി കളയരുതെന്ന് പറഞ്ഞ ആ ടീച്ചർക്ക് ഒരു സ്പെഷ്യൽ നന്ദി പറയുന്നു. നിങ്ങൾ ജില്ല? പാലക്കാട് കപ്പെടുക്കുവോ? ഒന്ന് നീട്ടൊരു ആർപ്പോ വിളിച്ച പാലക്കാടിന്റെ എനർജി ഒന്ന് കാണും. അതിനും വേണം. ഒരെണ്ണം കൂടെ. ഇനി വേറൊരു പറയട്ടെ, ഇവരെല്ലാരും മറ്റേ ലൈൻ പാടിയപ്പം ഇവളാണ് അവിടെ ഹമ്മിങ് പാടിയത്. എന്നാ ആർപ്പം മറ്റേ നമുക്ക് ഹമ്മിങ്ങില് ഇതിനായിട്ടാക്കിയാലോ? ചുമ്മാ പുതിയതായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ദേശഭക്തി വെറൈറ്റി പിടിക്കാം. അല്ലെങ്കിൽ ആർപ്പോ വേണമെങ്കിൽ ഹൈ പിച്ചിലൊക്കെ പിടിക്കാം. ഹൈ പിച്ച്, ലോവർ പിച്ച്. ഇവിടെ ഹമ്മിങ്ങിന് ഞാനാണ് മൈക്ക് വെക്കുന്നത്. നിങ്ങൾ ആർപ്പോ, ഇവിടെ ഹമ്മിങ്, ആർപ്പോയുടെ ഹമ്മിങ്. നീ ചൊല്ലരുത്, കുഴപ്പമില്ല. അവള് ട്രൈ ചെയ്തു. ആർപ്പോയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ട്യൂൺ ഒന്നും ഇല്ലാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞങ്ങൾ തകർത്തേനെ. അപ്പം പേര് ചോദിച്ചില്ല ഇതുവരെ. പാലക്കാട് നാന്നേ പറഞ്ഞുള്ളൂ. കൃഷ്ണകൃപ, അനുശ്രീ, അഷ്ടമി, ദേവദത്തൻ, അലന, ശ്രാവൺ, ഫിദ. മോളുടെ പേര് കേട്ടില്ല? അലന. ഓക്കെ, ഹെലന എന്നൊക്കെ പറയുന്നത് അലന. അപ്പം എ ഗ്രേഡും കൊണ്ട് പോവാ പാലക്കാടേക്ക്. വേറെ എന്തെങ്കിലും ഇനങ്ങളുണ്ടോ? മത്സര ഇനം വേറെ ഏതാ ഇനിയുള്ള?
സംസ്കൃതം ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനും എ ഗ്രേഡ് തന്നെ. എന്നിട്ട് പാലക്കാടിലേക്ക് കപ്പ് കൊണ്ടുപോവാ കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പം രേണുകെ ഒരു വിശേഷമുണ്ട്. എന്താണെന്നറിയോ, രാവിലെ നമ്മൾ അഷ്ടപതി പങ്കെടുക്കാൻ പോയ ഒരു അനകെ കണ്ട ഓർമ്മയുണ്ടോ? ആ, 2 എ ഗ്രേഡും കൊണ്ടാ വന്നേക്കുന്നത്. അനക എവിടെ? ഞങ്ങളുടെ ആദ്യത്തെ ഇരയായിരുന്നു. അതെ, ഒരു കപ്പും കൊണ്ടാ, 2 എ ഗ്രേഡും കൊണ്ടാ. എന്ത് വേണം ഇനി? സന്തോഷമായോ? പിന്നെന്താ സന്തോഷം, എന്താ സന്തോഷം? ഇനിയുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 10 5 കൂടെ. 2 കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിനും എ ഗ്രേഡ്, അഷ്ടപതി എ ഗ്രേഡ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ മാപ്പിളപ്പാട്ട് പെട്ടെന്നൊന്ന് പാടിക്കോ, ഒരു 2 വരി. നമ്മൾ രാവിലെ കേട്ടതാ, എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ. ഇത് വേറെ. ഓക്കെ, നമുക്ക് വേറെ അടുപ്പിച്ചു. അണ്ട് പുനരാവിയുരെ കിണ്ടർ നിബിയാരെ ഹൗലിന്റെ ജലമുക്കുവതിന്നായി അന്തെ കുറച്ചോർ ചിലരും മുന്തിടൈ ഹക്കിമും ചുഗന്ധ നെടിലേറി നടവായി കണ്ടു നബി ഹൂറി ഹക്കീം എന്റെയൊരു പേർ കണ്ടു നബി ഹൂറി ഹക്കീം എന്റെയൊരു പേർ സലിലം നണ്ടോക്ക് കൂലക്കുവതിനായി ഖത്തിമരേകൾ പഠിക്കാത്ത കുള്ളമം ത്രിപാർത്ത് സ്വഹബാക്കൾ നിലയായി ഖത്തിമരേകൾ പഠിക്കാത്ത കുള്ളമം ത്രിപാർത്ത് സ്വഹബാക്കൾ നിലയായി പാത്ത് സ്വഹബാക്കൾ നിലയായി അണ്ട് പുനരാവി. യെസ്, അതെ. ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സ്പീഡ് കൂടിയല്ലോ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് സൗണ്ടിൽ എന്തോ പ്രശ്നം പറ്റിയെന്ന്. പക്ഷെ അത് ഈ മാപ്പിളപ്പാട്ടിന്റെ സ്റ്റൈലായിരുന്നു. നമുക്ക് കുറെയൊക്കെ നമുക്ക് അറിവില്ലായ്മയ്ക്ക് കുറെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും മാപ്പിളപ്പാട്ടിനും പിന്നെ അഷ്ടപതി എ ഗ്രേഡും കൊണ്ട് ഇനിയിപ്പോ ഏതൊക്കെ ബാക്കിയുള്ള ഇനങ്ങൾ ഏതൊക്കെയാ? ഇനി ഗാനാലാപനം, തിരുവാതിര, സംസ്കൃത സംഘഗാനം. അതെ. ജില്ല ഏതായിരുന്നു? പാലക്കാട്. ഇപ്പം പോയിന്റ് നില നോക്കിയായിരുന്നു? പാലക്കാട് എവിടെ ഉണ്ട്? അത് പൊസിഷൻ നോക്കിയില്ല. വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ഫസ്റ്റ് ദിവസം അല്ലേ? കപ്പ് കൊണ്ടുപോകല്ലേ? സമയമുണ്ട്. അതെ, ഇത്തവണ അങ്ങ് പാലക്കാട് എടുക്കുക. പാലക്കാടുകാരാ, നേരത്തെ വന്ന ടീം പാലക്കാടാ. നിങ്ങളുടെ സ്കൂളാണോ? ഒരേ സ്കൂളാണോ? അത് ശരി. അപ്പം ഏത് സ്കൂൾ ഏതാ? BSS ഗുരുകുലം. ഓക്കെ, BVS ഗുരുകുലമാണ് മുമ്പിൽ നിന്ന്. സ്കൂളുകളുടെ മുമ്പിൽ ഗുരുകുലമാ. 2 പോയിന്റ്. അതെ. അപ്പം അനഘയുടെ വിശേഷങ്ങൾ, അനഘ 2 എ ഗ്രേഡ് കിട്ടിയ വിശേഷം നമ്മളോട് പങ്കുവെച്ച്. ഇനി ബാക്കി ഇനങ്ങൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം അനഘയുടെ രാവിലെ നമ്മൾ അനഘയെ കണ്ട എത്ര നന്നായില്ലേ? രാവിലെ അവൾക്കൊരു കോൺഫിഡൻസ് ആയി. അടുത്ത ടീം ആരാണ്? ദേശഭക്തി ഗാനം. യെസ്, മോളെ വാ. അപ്പൊ ആദ്യം പേര് ചോദിക്കണോ? പാട്ട് കേട്ടിട്ട് പേര് ചോദിക്കണം. ഏത് വേണം? പേര് വേണോ പാട്ട് വേണോ? പാടിയിട്ട് മതിയോ? പാടിയിട്ട് പോയല്ലേ? ഓക്കെ. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഫാമിലി. അതോടൊപ്പം തന്നെ 2 ഉപയോഗിക്കാൻ പറ്റി. അതും എനിക്കൊരു ഭാഗ്യമാണ്. അത് ഈ വേദിയിൽ വെച്ച് चंदन है माटी मेरे देश की, चंदन है माटी मेरे देश की, माटी मेरे देश की, चंदन है माटी मेरे देश की, चंदन है माटी मेरे देश की, माटी मेरे देश की। नील गगन रे माटी पर मिलिया, नील गगन रे माटी पर मिलिया। चंदन है माटी
वंदन है माटी मेरे देश की, माटी मेरे देश की। लल्ला 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 ला 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 लल्ला 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 ला 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 मातरम वन्दे मातरम मातरम वन्दे मातरम। അടിപൊളിയല്ലേ? അതെ അതെ. ദേശഭക്തി ഗാനങ്ങളെല്ലാം വെറൈറ്റി വെറൈറ്റി ദേശഭക്തി കോസ്റ്റ്യൂമും അടിപൊളിയാണ്. അതെ, ഒരു പച്ച, അതെ, ബാക്കി എല്ലാരും പച്ച പാവാട. ഒരു ബോയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. പക്ഷെ പൊതുവെ അങ്ങനെയാണ്. ഞാൻ പണ്ട് മത്സരിച്ചപ്പോഴും മത്സരിച്ചപ്പോഴും അങ്ങനെ ആയിരിക്കും. ആണുങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ടീച്ചർമാരോട് ചോദിച്ചിട്ടുണ്ടോ? എന്താ ആൺകുട്ടികൾ കൂടുതലില്ലാത്ത ദേശഭക്തി ഗാനത്തിന്? സംശയം, എന്റെ സംശയം, പണ്ട് തൊട്ടുള്ള സംശയം. ഈ സംശയമൊക്കെ ചോദിച്ചതിന് എന്നെ മ്യൂസിക് ടീച്ചർ എന്തോരം തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പാർട്ടിയിൽ നിന്ന് ഇറക്കി വിട്ടത്. അതുകൊണ്ട് പിന്നെ അതിന്റെ ആ സൈഡിലോട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അതെന്തായിരിക്കും അവിടുന്ന് അശരീരിയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടെന്ന്. അശരീരി. അപ്പൊ മോനെ അതെന്താ ചോദിച്ചിട്ടുണ്ടോ ടീച്ചറെ? ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ആൺകുട്ടി, എന്തിനാണ് ഇവിടെ വിവേചനം എന്ന് ചോദിച്ചിട്ടുണ്ട്. വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്യുന്നോണ്ടല്ലേ? എന്നോട് അതൊക്കെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ആശ്വസിച്ചങ്ങ് പോയി. അപ്പം നമുക്ക് പേര് പറയാം. പേര് ഋതുപർണ, ആവണി, അവന്തിക, മേഘ്ന, ശ്രേയ, നന്ദന. യെസ്. അങ്ങനെ ജില്ല ഏതാ? കൊല്ലം ജില്ല. കൊല്ലത്തേക്കാണോ ഇത്തവണ കപ്പ്? സ്വർണ്ണ കപ്പ് കൊല്ലത്തിനാണോ ഇത്തവണ? ഒരു ഉറച്ചു പറ. അപ്പം പോയിന്റ് നില നോക്കിയായിരുന്നോ? കൊല്ലം എത്രാം സ്ഥാനത്താ? നോക്കിയില്ലേ? ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? മത്സരം ഉണ്ടോ ഇപ്പം? ഇനി നാളെ ഉണ്ട്. ഏതൊക്കെ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും, നിങ്ങൾ ആരെങ്കിലും സിംഗിൾ ഇവന്റ് ഉണ്ടോ? നാദസ്വരം. നാദസ്വരം ഉണ്ട്. നാദസ്വരം വിദ്വാനാ, ഒരു വെറൈറ്റി. അതെ. നാളെ നാദസ്വരം കൊണ്ട് ഏവൻ വരണം കേട്ടോ. ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യേ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ കാണും. രണ്ടുപേരും ഇവിടെ തന്നെ കാണും. വരണം. മറന്ന കൊല്ലത്തിന് കപ്പ് വന്ന് വിടത്തില്ല ഉള്ള കാര്യം ഞാൻ പിടിച്ചു വെച്ചേക്കാം. അതെ, പിടിച്ചു വെക്കും ഇവിടെ. അപ്പം നാളെ നാദസ്വരമാണ്. ഓർത്തോണേ, ഏവൻ നാദസ്വരം. ഓക്കെ, 17-ാം തീയതി. അത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. 17-ന് ഏവൻ നാദസ്വരമായിട്ട് വരും. അശരീരി ശ്രദ്ധിച്ചോണം. ഏവന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. വേറെ ആർക്കാ ഒറ്റയ്ക്ക് ഇവന്റ് ഉള്ള? വേറെ ഇനങ്ങൾ ഒന്നുമില്ല. ഒരു ഗ്രൂപ്പ് സോങ് കൂടെ ഉണ്ട്. ഗ്രൂപ്പ് സോങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും കൂടെയാണുള്ളത്. നിങ്ങൾ അതും ഈ ടീം തന്നെയാണോ? നിങ്ങൾ ടീം തന്നെ, പ്ലസ് ഏവന്റെ ഒരു നാദസ്വരവും അല്ലേ? അപ്പൊ നാദസ്വരത്തിന് അത് നാളെ. ഈ ഗ്രൂപ്പ് സോങ് എപ്പോഴാ? വൈകിട്ട് 4. നാളെ അല്ല, 16-ാം തീയതി. ഓ, നാളെ 15 അല്ലേ? അപ്പം നാളെ 2-ാം ദിവസമായിരുന്നുള്ളൂ. ഇത് 3-ാം ദിവസം ഇവരുടെ ഗ്രൂപ്പ് സോങ്. 4-ാമത്തെ ദിവസം നാദസ്വരം. അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറിയാം ഏത് ജില്ല മുമ്പിൽ നിൽക്കുന്നു. കൊല്ലം ജില്ല കപ്പ് കൊണ്ടുപോകുന്നു. കപ്പ് കൊണ്ടുപോകണം. നാദസ്വരത്തിന്റെ കാര്യം മറക്കണ്ടേ, ഞാൻ മറന്നിട്ടില്ല അത്. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പം അതാണ് ദേശഭക്തി ഗാനം, വെറൈറ്റി ദേശഭക്തി ഗാനം. ഇനി അടുത്ത ആരാ? അടുത്തത് അഷ്ടപതിയാ. അഷ്ടപതി. യെസ്, മോളെ വാ. പേര്? നന്ദന. ഏത് ജില്ലയാ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ കുന്നംകുളം. കുന്നംകുളംകാരുണ്ട് നമ്മുടെ കൂടൊക്കെ. കുന്നംകുളംകാരുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ അങ്ങിരിപ്പുണ്ട്. എറണാകുളത്ത് ഇരിപ്പുണ്ട് കുറച്ച് കുന്നംകുളംകാർ. അതെ. മോൾക്ക് ഈ ഇവന്റ് മാത്രമേ ഉള്ളൂ? വേറെ അഷ്ടപതി മാത്രമേ ഉള്ളൂ? എത്ര കൊല്ലമായി ഇപ്പം? ഞാൻ ഇപ്പൊ 3-ാമത്തെ കൊല്ലാണ്. 3-ാമത്തെ കൊല്ലമാണ് സ്റ്റേറ്റില്. അപ്പൊ കഴിഞ്ഞ തവണ എ ഗ്രേഡും കൊണ്ടാ പോയത്. ഇത്തവണ എ ഗ്രേഡ്. ഈ കൊല്ലം എ ഗ്രേഡ്. വേറെ ഏതെങ്കിലും ഇല്ല? അഷ്ടപതി മാത്രമേ ഉള്ളൂ. ഏതാ അഷ്ടപതി? ഏത് പദവാ പാടുന്നത്? പശ്ശേരി. പശ്ശേരി. ഓക്കെ.
മോളെ ഗുരു ആരാ? ഗുരുവായൂർ വിനോദ് മാഷ്. ഗുരുവായൂർ വിനോദ് മാഷ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഇടയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാ? കൊട്ടാൻ പറ്റും. അല്ല, അയ്യോ, എല്ലാരും ഒന്ന് കൈയടിച്ചേക്കണേ. ഫ്രഷ് സാധനമാണ്. അതായത് ഞാൻ പറയാം, അത് കറക്റ്റ് ആണെന്ന് മോള് പറഞ്ഞേക്കണേ. ഈ ഇടയ്ക്ക താഴെ വെക്കാൻ പാടില്ല, അതാണ് നിയമം അല്ലേ? കറക്റ്റാ. അത് താഴെ വെക്കാൻ പാടില്ല. ആകെ ഇങ്ങനൊരു ഈ ഒരു വാദ്യോപകരണത്തിന് മാത്രമേ ആ ഒരു നിയമമുള്ളൂ. നിയമപ്രകാരം അമ്പലങ്ങൾ ഇതൊരു ഇടയ്ക്കേനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്റെ അച്ഛനോട് ചോദിച്ചാൽ മതി. യെസ്, അച്ഛനൊന്ന് വന്നാട്ടെ. നടക്കുന്നോ? ചേട്ടന്റെ പേര്? രാജുമാരാർ, കടവല്ലൂർ രാജുമാരാർ. അതെ, ഇടയ്ക്ക കലാകാരനാണ്. ഇടയ്ക്ക, ചെണ്ട ഉണ്ട്. അപ്പം ഈ ഇടയ്ക്കാണ് ഒരു പ്രത്യേക ഒരു ദൈവികമായിട്ടുള്ള ഒരു കലാപകരണമാണ്. അതെ അതെ, ഇടയ്ക്ക എന്ന് പറഞ്ഞാൽ ദേവവാദ്യമാണ്. ഈ വാദ്യത്തില് എല്ലാം ഇടയ്ക്കയില് പെട്ടു. ഇതിന് പൊടുപ്പ് എന്നാ പറയാ. ഇത് 64 കലകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പൊടുപ്പ്. ഈ 6 ദ്വാരങ്ങള് 6 ശാസ്ത്രമാണ്. ഈ പൊടുപ്പ് കെട്ടിയേക്കുന്ന ജീവക്കോല് 4 വേദങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അത്. പിന്നെ ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. ഇടയ്ക്കത്തെ കുറ്റീനെ ഉപയോഗിക്കുന്നത് മറ്റേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ചു കാലം അഷ്ടപതി പഠിച്ചായിരുന്നു. വളരെ കുറച്ചു കാലം ഇടയ്ക്കേ പഠിച്ചു. പിന്നെ ഇടയ്ക്ക് ടച്ച് വിട്ടുപോയി. ഇല്ലെങ്കിൽ ഞാനൊന്ന് എടുത്തു നോക്കിയത്. ശരി, അതിനോടുള്ളൊരു ബഹുമാനം കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അയ്യോ വേണ്ട, ഇപ്പൊ എന്തായാലും വേണ്ട. എന്റെ ഗുരു പന്തള ഉണ്ണികൃഷ്ണനാണ്. അപ്പം പുള്ളി കഥകളി കലാകാരനാണ്. ഗുരു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷമാവും. സന്തോഷമാവുന്നല്ല, എന്നെ തല്ലാൻ ഓടിക്കും. അന്ന് കുറച്ച് കാലം മുമ്പ് പോയിട്ട് ഒരൊറ്റ പോക്ക് പോയതാണ്. പിന്നെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെങ്കിലും കഥകളിയൊക്കെ ഉള്ളപ്പോ പുള്ളി ഒന്ന് കാണും. അതാണ്. എന്നാലും ഇടയ്ക്കൊന്ന് കൈകാര്യം ചെയ്യായിരുന്നു. അതിൽ ഞാൻ കുറ്റബോധം കേട്ടോ. പക്ഷെ പോട്ടെ, നമുക്ക് ഇനി ഞാൻ ഒന്നേം തുടങ്ങും. തീർച്ചയായിട്ടും. അതെ, നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ആകുമ്പോ ഇതേപോലെ മോള് വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു പദമൊക്കെ പാടി ഇടയ്ക്കയും താളമൊക്കെ ആയിട്ട് ഗംഭീരമാക്കാം. അപ്പൊ ഇനിയും വേറെ മത്സരങ്ങളൊന്നുമില്ല, അഷ്ടപതിയേ ഉള്ളൂ. അപ്പം എന്തായാലും അടിപൊളി. ജില്ല ഏതായിരുന്നു? തൃശ്ശൂർ ജില്ല. കപ്പ് കൊടുക്കുന്നില്ലല്ലോ? കപ്പ് മേടിക്കണം എന്ന് വെച്ചിട്ടാണ്. അതെ, അല്ല, കപ്പ് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് കൊടുക്കാം. തൃശ്ശൂർന്ന് തിരിച്ചു കൊടുക്കണം. രാജമിനിസ്റ്റർ പറഞ്ഞ ഇത്തവണ കൊടുക്കുന്നില്ല. പ്രത്യേകത എന്താ വെച്ചാൽ തൃശ്ശൂർ ജില്ലക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുമ്പോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂർ ജില്ലയിലെ സംസ്ഥാന ജില്ലയിൽ വെച്ച് തൃശ്ശൂരിന് കപ്പ് കിട്ടുമെന്നാണ് ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ ഓക്കെ കേട്ടോ, താങ്ക് യു. യെസ്, അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് പെട്ടെന്നൊരു വേദിയിലേക്ക് പോകും. അപ്പോഴേക്കും നമുക്ക് അടുത്ത ആളുമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. പെട്ടെന്നൊരു വേദിയിലേക്ക് നമുക്ക് അവിടുത്തെ പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് വരാം. അക്ഷരങ്ങളുടെ നിറവിലെ ജതികൾ ഗീതവാതിലെ താളഭംഗികളിൽ തത്വമത്ര മതിലത്ഭുത പ്രമദനാദ ബിന്ദു ശകലങ്ങളോതിടുന്നു. അക്ഷരങ്ങളുടെ നിറവിലെ ജതികൾ ഗീതവാതിലെ താളഭംഗികളിൽ തത്വമത്ര മതിലത്ഭുത പ്രമദനാദ ബിന്ദു ശകലങ്ങളോതിടുന്നു. നാദബിന്ദു ശകലങ്ങളോതിടുന്നു. പാപാമരിമപ നീ പമപനി രീ രീ രി മരി സനി പമപനി സരി സാ പാപാമരിമപ നീ പമപനി രീ രീ രി മരി സനി പമപനി സരി സാ 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 സനി സരി രി രി മപമരി സനി പമരി സരി മപനി സാ സ സ രി മപനി സരി രി രി മപമരി സനി സനി പമരി മപനി സാ. ഹിമജല കണങ്ങളുതിരുന്ന മൃദു ശബ്ദമുയരുന്ന പദബിന്ദുവിൽ നിറഞ്ഞ നാദം. ഹിമജല കണങ്ങളുതിരുന്ന മൃദു ശബ്ദമുയരുന്ന പദബിന്ദുവിൽ നിറഞ്ഞ നാദം. കുസുമദളമുതിരുമിഹ തരളമിതമതി മധുര ജതികളുടെ ചടുല പദ ശബ്ദമേളം.
കുസുമദളമുതിരുമിഹ തരളമിത മതിമധുര ജതികളുടെ ചടുല പദ ശബ്ദമേളം ഹിമജല കണങ്ങളുതിരുന്ന മൃദു ശബ്ദമുയരുന്ന പദബിന്ദുവിൽ നിറഞ്ഞ നാദം കുസുമദളമുതിരുമിഹ തരളമിത മതിമധുര ജതികളുടെ ചടുല പദ ശബ്ദമേളം 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 ആ ആ ആ നാദൃദ്രദീം തനനതോം തനദിരന നാദൃദ്രദീം തനനതോം തനദിരന നാദൃദ്രദീം തനനതോം തനദിരന നാദൃദ്രദീം തനനതോം തനദിരന ദൃദ്രദീം തനന ദൃദ്രദീം തനന ദൃദ്രദീം തനന തനദിരന